മേഴ്സി എന്നാണല്ലോ പേര്. ബഹുകേമൻ. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ലതാണ്. ചോക്ലേറ്റ് തുറന്ന് ടേസ്റ്റ് ചെയ്യാം. ചോക്ലേറ്റ് തുറന്ന് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് രണ്ടും ഇഷ്ടാ. മേഴ്സി എന്നാണല്ലോ പേര്. ഏതായാലും ഈ വിദേശ നിർമ്മിതമായ ചോക്ലേറ്റാണ്. ഓപ്പൺ ചെയ്യുന്ന സന്തോഷകരമായ ഈ ഒരു സന്ദർഭം ആഹ്ലാദകരമാണ്, സംശയമില്ല. ചോക്ലേറ്റ് ആണല്ലോ. ഇതെൻ്റെ കസിൻ്റെ മകൻ റിജുവും അശ്വതിയും കൊടുത്തയച്ചതാണ്. അപ്പോൾ ദുബായിലാണ് അവർ. അപ്പോൾ അവിടെ ഒരു വിദേശ നിർമ്മിതമായ ചോക്ലേറ്റിൻ്റെ ഗുണം ഒരു പ്രത്യേകമായി നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പിള്ളേർ വരുമ്പോൾ ഇങ്ങനെ കൊടുത്തയക്കും. അത് വളരെ ആഹ്ലാദകരമാണ്. നമുക്കത് ആസ്വദിക്കുന്നതും കാണുന്നതും. തുറക്കണൊക്കെ ഒരു പ്രത്യേക രീതിയിലാണല്ലോ. നമുക്കൊട്ടും പെർഫറേറ്റഡ് ഇതാണ്, സെൻട്രൽ മാത്രം. ഭയങ്കര സംഭവമാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത്. ആഹാ, ഫിംഗേഴ്സ് പോലെ. എനിക്ക് തോന്നുന്നു പല ഫ്ലേവേഴ്സ് ആയിരിക്കും. ഇതൊരു ഫ്ലേവറ്, ഇത് ഗ്രീൻ വേറൊരു ഫ്ലേവറ്, ഡാർക്ക് ചോക്ലേറ്റ് നടുക്കുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് നടക്കുള്ളത്. ഇത് മേഴ്സി എന്ന് പറയുന്ന, അല്ല, ചോക്ലേറ്റിന്റെ പേര് തന്നെ മേഴ്സി. ആ പേര് തന്നെ നല്ല ആകർഷകമാണ്. ഫൈനസ്റ്റ് സെലക്ഷൻ ഓഫ് ചോക്ലേറ്റ്സ്. ഇതിങ്ങനെ ഒരു സ്റ്റിക്ക് ഫോമിലാണ്, നല്ല മനോഹരമായിരിക്കുന്നത്. ഇതിലേതാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ എടുക്കേണ്ടത്? ഡാർക്ക് ചോക്ലേറ്റ്. ഇത് ചോക്ലേറ്റ് ആയിരിക്കും, ഡാർക്ക് ചോക്ലേറ്റ്. പക്ഷേ ഇതുണ്ടാവുമോ, മധുരം ഉണ്ടാവുമോ? അപ്പഴേക്ക് ഇഷ്ടമുള്ള എടുത്തോ. പിന്നെ ഈ ചോക്ലേറ്റിന്റെ ഷേപ്പ് ഉള്ളത് തന്നെ അതാവുമ്പോ പിന്നെ ഇച്ചിരി മിൽക്ക് ചേർന്നാന്ന് തോന്നുന്നു. അത് അല്ല, ഡാർക്ക് ചോക്ലേറ്റിലും മധുരം ഉണ്ടാവാനാണ് ചാൻസ്. എങ്കിലും ഒരു റിസ്ക് എടുക്കണ്ട. ഇതല്ലേ, കഴിക്കാനും നല്ല സൗകര്യമാണ്. ഇതിങ്ങനെ ഒടിച്ചെടുത്ത. ഓ, ഇതാണ്. ബഹുകേമൻ ആണോ? അതെ. അപ്പോൾ റിജുവിനും അശ്വതിക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചോക്ലേറ്റ് കഴിക്കുന്ന ചടങ്ങ് പൂർത്തിയാക്കുകയാണ്. അതെ, പൂർത്തിയാക്കണില്ല. പൂർത്തിയാക്കാൻ ഇനിയും ചോക്ലേറ്റുകൾ തീർന്നാലേ പൂർത്തിയാവുള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. അമ്മയ്ക്ക് കൊടുക്കാം. നന്നായിരിക്കുന്നു, നല്ല ചോക്ലേറ്റാണ്. ഇവിടെ കുറെ എഴുതിയിട്ടുണ്ട്. മേഴ്സി ഫൈനസ്റ്റ് സെലക്ഷൻ is a complete chocolate indulgence. Enjoy piece by piece our carefully selected variety of high quality chocolates, delicate fillings and unique recipes. ഓക്കെ, വളരെ നന്നായിരിക്കുന്നു ചോക്ലേറ്റ്, ആസ്വാദികരമാണ്. നമ്മളെപ്പോലെ പ്രായമുള്ളവർക്കൊക്കെ ഒരെണ്ണം, ഞാൻ പകുതി എടുത്തുള്ളൂ ഒരു ചോക്ലേറ്റിന്റെ. പിള്ളേർക്ക് പിന്നെ അതൊന്നും ബാധകമല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത ചോക്ലേറ്റ് കഴിക്കാൻ പോണ ഞാനാണ്. അമ്മ കഴിച്ചില്ലല്ലോ. ബാ. ഇത് ഭയങ്കര ഞാൻ ഓർത്തേ ഒറ്റ ബാറായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം റിജു കൊണ്ടുവന്നതും ഇങ്ങനെ. അതിന്റെ പേരെന്തെന്നായിരുന്നു? ആ പേര് മറന്നു. ഇതുപോലെ എന്തോ ഒരു പേരായിരുന്നു. അത് മുഴുവനും ഇങ്ങനെ ബാറായിട്ടിരുന്നതല്ലേ? അതെ അതെ അതെ. അടിപൊളി. കഴിച്ചോ? ഇത് കാണാൻ നല്ല ലുക്കാ അല്ലേ? കാണാനും ആയിരിക്കും ടേസ്റ്റ്. നല്ല ടേസ്റ്റാ, നല്ല ടേസ്റ്റാ കേട്ടോ. ഞാൻ അപ്പയുടെ ആദ്യം ഈ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ പറയാം മധുരം ചിലപ്പോ കുറവായിരിക്കും. ഇത് അല്ല, ഇത് ഒറ്റ ബാറല്ലേ? പലതും പല കളറാണ്. ഇങ്ങനെ മാറി മാറി. അപ്പക്ക് ഇച്ചിരി കൂടി ഷുഗർ ഉള്ള ചോക്ലേറ്റ് ആയി ഇഷ്ടം. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. സോ വെരി യമ്മി ചോക്ലേറ്റ്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര റിച്ച് ഫീലിംഗ് ആട്ടോ. നല്ല രസം. അത് ഒരു പ്രത്യേക റിച്ച്നെസ് ഉണ്ട് ആ ചോക്ലേറ്റിൽ. പാലിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഭയങ്കര ഫൈനായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സാധാ ചോക്ലേറ്റ് പോലെ അല്ല,
ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ താങ്ക്സ് ടു റിജി ചാച്ചൻ ആൻഡ് അശ്വതി ചേച്ചി. ഓരോ ഫ്ലേവേഴ്സും ഉണ്ട്, ഓരോന്നും ഇനി കഴിച്ചു നോക്കാം. എനിക്ക് അങ്ങനെ കഴിഞ്ഞ തവണ മേഴ്സി തന്നെയാണ് കൊണ്ടുവന്നേന്ന് തോന്നുന്നു. ആ നല്ല നമ്മള് അത് കഴിഞ്ഞ തവണ മേഴ്സിയുടെ തന്നെ വേറൊരു മോഡലാണ് മേടിച്ച് കൊണ്ടുവന്നിരുന്നേന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല കേട്ടോ. പക്ഷെ എന്തായാലും രണ്ടും നല്ല ചോക്ലേറ്റ്സ് ആയിരുന്നു. ഇതും അടിപൊളിയാണ്, മറ്റതും അടിപൊളിയായിരുന്നു. ഇതിലാകുമ്പോൾ ഓരോ ഫ്ലേവേഴ്സ് ഉണ്ട്, ഓരോന്നും ഡാർക്ക് അങ്ങനെ പല പല. അപ്പം ഞാൻ ഇത്രയും വലിയൊരു ചോക്ലേറ്റ് പാക്കറ്റിൻ്റെ അടുത്തിരിക്കുവാണ്. അതിൽ ഒരെണ്ണം ഞങ്ങൾ എടുത്ത് വെച്ച് 1-2 ഇപ്പം എടുത്തു കഴിഞ്ഞു. എടുത്തിട്ട് അത് ടേസ്റ്റ് ചെയ്തു കേട്ടോ. ആദ്യം അപ്പയാണ് ടേസ്റ്റ് ചെയ്തത്, പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തു, പിന്നെ ഇവൾ ടേസ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തു അല്ലേ. ഇത് എനിക്ക് തോന്നണത് ഇതാണെന്ന് തന്നെ തോന്നണേ. ഇതിന് മുമ്പും കസിൻ്റെ മോൻ വന്നപ്പോൾ, ഒരു ഫാമിലി വന്നപ്പോൾ ഇതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ മോഡലൊന്ന് കാണുന്നത്. ഒരു പാക്കറ്റാണ്, നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവന്നായിരുന്നു, ഇവിടെയും കൊണ്ടുവന്നത്. അന്ന് തന്നപ്പോൾ പറഞ്ഞു, ഇവളോട് പറഞ്ഞു, മോളെ ഇത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും അറിയില്ല, ബൾക്കായിട്ട് ഇങ്ങനെ എടുത്തോ, മോശമാണെങ്കിൽ ഒന്നും തോന്നരുതെന്നും പറഞ്ഞ് ആദ്യമേ ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ റിജു ഒട്ടും സങ്കോചം മനസ്സിൽ വിചാരിക്കണ്ട, കൊണ്ടുവന്ന ചോക്ലേറ്റ് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നതും സെക്കൻഡ് ടൈം കൊണ്ടുവന്നതും വെരി ടേസ്റ്റി. മേഴ്സി അല്ലേ, ഓരോന്നും ഓരോ ഫ്ലേവേഴ്സാ. അല്ല ഞാൻ പറഞ്ഞതാ, ഇങ്ങനെ ഫുൾ ഗോൾഡൻ കളർ അല്ല എന്ന് പറഞ്ഞത്. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, ചിലത് ഇത് ലൈറ്റ് ആടി, ഇത് ലൈറ്റാ. അങ്ങനെ അന്നേരം ഈ എംബ്ലത്തിനനുസരിച്ച് വ്യത്യാസം അല്ലേ. ഞാനിപ്പോ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് നല്ലതായതുകൊണ്ടായിരിക്കാം അതിന്റെ തന്നെ അവർ സെലക്ട് ചെയ്ത് ചിലപ്പോൾ എടുത്തത് കേട്ടോ. ഇവിടെ ബ്രൗൺ പലതും പല ഫ്ലേവേഴ്സ് ആണ്. പക്ഷെ ഗ്രീൻ ഉണ്ടോ? ഇല്ല അല്ലേ? ഗ്രീനും ഉണ്ട്. അതെ ഗ്രീൻ കണ്ണാടി വെച്ചാൽ എല്ലാം നല്ല. ഞാനിപ്പോ പലതും ഇതിനോട് ടേസ്റ്റ് ചെയ്തു. ഇതിങ്ങനെ ഇത്ര ഉണ്ടായിരുന്നു, 3 എടുത്തു എന്ന് എനിക്ക് തോന്നണം. ഇവിടുന്ന് ഗ്യാപ്പ് കണ്ടിട്ട് തോന്നിയില്ല, അറിയില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ വേറെ ജോലിക്ക് പോയായിരുന്നു. അപ്പൊ എന്നാണെങ്കിലും വളരെ നല്ല സ്വീറ്റ് ആണ്. അവരിപ്പോ എവിടെയാ? അബുദാബിയിലാന്ന് തോന്നുന്നു. അബുദാബിയിലാണ്. അപ്പം വളരെ സന്തോഷം. ഇനി ഞങ്ങളിത് ആഘോഷമായിട്ടങ്ങ് കഴിച്ചോളാട്ടോ. അപ്പോൾ ഓക്കെ എന്നാ. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ലതാണ്.